മൂഷികവാഹനമോദകാസ്ത ചാമരകർണവിളം വിദസൂത്ര വാമനരൂപ മഹേശ്വരപുത്ര വിഘ്നവിനായക പാദനമസ്തേ വിഘ്നവിനായക പാദനമസ്തേ കന്നിമൂല ഗണപതി ഭഗവാനേ ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യകം സ്വാമിയേ സ്വാമിയേ ശരണമയ്യപ്പ. പാലക്കാട് നഗരത്തിൻ്റെ അടുത്ത് കിടക്കുന്ന പെരായരി പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ശ്രീ പുല്ലുകോട്ട് അയ്യപ്പസ്വാമി ക്ഷേത്രം. പെരായരി പൂടൂർ റോഡിലെ അയ്യപ്പൻകാവ് ബസ് സ്റ്റോപ്പിനടുത്തുള്ള ഇടതുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പടിഞ്ഞാറോട്ട് അഭിമുഖമായിരിക്കുന്ന അയ്യപ്പൻ്റെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം ആണ് നമ്മുടെ പെരായരിയിലെ പുല്ലുകോട്ട് അയ്യപ്പസ്വാമി ക്ഷേത്രം. ഏകദേശം 500 വർഷത്തോളം ഈ അമ്പലത്തിനോട് പഴക്കമുണ്ട്. ഈ അമ്പലത്തിൻ്റെ ഐതിഹ്യം, ഈ ദാരുകാവധം കഴിഞ്ഞതിന് ശേഷം ശ്രീ കർണകിയും അവരുടെ പരിചാരികയുമായ ആൾക്കാർ 4 സ്ത്രീകളുമായിട്ട് കർണകി മധുരാപുരിയിൽ നിന്നും വന്ന് പാലക്കാട് ഇവിടെ എത്തുകയും പാലക്കാട് തിരുപ്പതം മന്നത്തിൽ അവർ സ്ഥിതി ചെയ്യുകയും ഉണ്ടായി. ആ വിവരം അന്നത്തെ പാലക്കാട് ശേരിമനയിലെ മന്നാടിയർക്ക് ഒരു സ്വപ്നം കാണുകയും ഈ 4 പേരും തിരുപ്പതി മന്നത്തിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള ധാരണ വരികയും അവിടെയുള്ള ദേശവാസികളെയെല്ലാം കൂട്ടി ഈ കാര്യം അവർ ബോധിപ്പിച്ചു. അന്ന് പാലക്കാട് ഭരിച്ചിരുന്നത് ശേഖരി വർമ്മ എന്ന തമ്പുരാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി ഇവിടെ വന്ന ഒരു പ്രശ്നം വെച്ചപ്പോൾ ഈ 4 പരദേവതകൾ ഇവിടെ ഉണ്ടെന്നുള്ള സാന്നിധ്യം മനസ്സിലാക്കുകയും അവർക്ക് വേണ്ടിയുള്ള പൂജകളും അനുഷ്ഠാന കർമ്മങ്ങളും നടത്താൻ തുടങ്ങി. അങ്ങനെ കുറേ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തോടുകൂടി ആ അമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങളും എല്ലാം നശിക്കുകയും അത് കാണാതാവുകയും ചെയ്തു. പിന്നീടുള്ള പുരാവസ്തു ഗവേഷകന്മാരുടെ പരിശ്രമത്തിൻ്റെ ഫലമായി അമ്പലത്തിൻ്റെ തൂണുകളും വിഗ്രഹത്തിൻ്റെ പല ഭാഗങ്ങളും പാലക്കാട് ടിപ്പു സുൽത്താൻ്റെ കോട്ടയിൽ നിന്ന് നമ്മൾക്ക് കണ്ടെത്താനായി. അതിനുശേഷം പാലക്കാട് ശേരിയിലെ ശേഖരീവർമ്മ രാജാവ് മറ്റുള്ള അവിടുത്തെയുള്ള തമ്പ്രാക്കന്മാരെ വിളിച്ച് അന്നത്തെ പ്രമുഖനായ ആടുവാഴ് തമ്പുരാൻ വന്ന് ഇവിടെ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഈ 4 പരദേവതകളെയും കുടിയിരുത്തണം എന്ന് ആവശ്യപ്പെടുകയും അതുമൂലം പാലക്കാട് വടക്കന്തറയിൽ കർണകിയെ പ്രതിഷ്ഠിക്കുകയും വേന്തർമലയിൽ കണ്ണുകോട്ടുകാവ് എന്ന ക്ഷേത്രം ഉണ്ടാക്കുകയും മോഴികുലത്ത് കണ്ണടത്തമ്മ എന്ന ക്ഷേത്രം ഉണ്ടാക്കുകയും ചെയ്തു. അന്നത്തെ വീരാളി ശൂരം മന്നാടിയർ ഇവിടെ വന്ന് പാലക്കാടിലെ പെരായരിയിൽ അയ്യപ്പ ക്ഷേത്രം ഉണ്ടാക്കുകയുണ്ടായി. അങ്ങനെയാണ് അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ പെരായരിയിലുള്ള അഭിമുഖം. പടിഞ്ഞാറോട്ട് അഭിമുഖമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട 2 ക്ഷേത്രങ്ങളാണ്. ഒന്നും മറ്റൊന്ന് ചെർപ്പളശ്ശേരിയിലെ അയ്യപ്പ ക്ഷേത്രം. എല്ലാ കൊല്ലവും നടത്തിവരുന്ന ഉത്സവങ്ങളും പരിപാടികളും ഈ 1999 മുതൽ ഇവിടെ ഗംഭീരമായി നടന്നു വരികയാണ്. 2 കുംഭാഭിഷേകങ്ങൾ നടന്നു കഴിഞ്ഞു. ഇനി അടുത്തുള്ള തലമുറയ്ക്ക് വേണ്ടി ഈ അമ്പലം കൂടുതൽ പ്രസിദ്ധമാക്കുകയും കൂടുതൽ പേരെ ആകർഷിക്കുകയും ആധ്യാത്മിക രംഗത്ത് പുതിയ ഒരു ഉണർവുണ്ടാക്കുകയാണ് ഈ അമ്പല കമ്മിറ്റിയുടെയും മറ്റു ഭാരവാഹികളുടെയും പ്രധാനപ്പെട്ട ഉദ്ദേശം. ശ്രീ പെരായരി പുല്ലുകോട്ട് അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ രാവിലെ 5:30 നട തുറന്ന് അഭിഷേകം, അത് കഴിഞ്ഞാൽ മലർനേദ്യം, അത് കഴിഞ്ഞാൽ കൃഷ്ണൻകോവിലിൽ രാവിലെ 7 മണിക്ക് പോയാൽ അവിടെ അഭിഷേകവും പൂജയായിട്ടുണ്ട്. ഇവിടെ 9 മണിക്ക് പൂജയ്ക്ക് കയറും. നിത്യപൂജകൾ, നീരാഞ്ജനം അപ്പോഴാണ് ഇവിടെ വഴിപാടായി ചെയ്യുന്നത്. പിന്നെ മാസത്തിലൊരിക്കൽ ആയില്യ പൂജയുണ്ട് നാഗർക്ക്. ഗണപതി ഹോമമുണ്ട്. 5:30 മണിക്കാണ് നിത്യമുണ്ട് ഗണപതി ഹോമം. പിന്നെ നീരാഞ്ജനം, വഴിപാടുകൾ, അഭിഷേകങ്ങൾ, നെയ്യഭിഷേകം,
പാലഭിഷേകം, എല്ലാ അഭിഷേകങ്ങളും ഉണ്ട്. മാസത്തിലൊരിക്കൽ ഉത്തരം നാളിൽ അഷ്ടാഭിഷേകമുണ്ട്. പിന്നെ ഗണോദ്യമം മാസത്തിൽ 1-ാം തീയതി, എല്ലാ മലയാള മാസം 1-ാം തീയതി കൂട്ടഗണോദ്യമം നടക്കാറുണ്ട്. ക്ഷേത്രത്തിൽ ഇപ്പോൾ കാര്യമായി നടക്കുന്ന പൂജാവിധികളും ക്ഷേത്രത്തിനകത്തുള്ള പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടി ക്ഷേത്ര സംരക്ഷണ സമിതി ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് അമ്പലത്തിനകത്തുള്ള എല്ലാ പരിപാടികളും നടക്കുന്നത്. പിന്നെ പുറമേ ഉള്ള വികസന പ്രവർത്തനവും അതേപോലെ കാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം ഭക്തസമാജത്തിൻ്റെ പേരിലാണ് നടക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ മറ്റുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കുന്നതും ഭക്തസമാജമാണ്. അവരിലെ പ്രധാനിയായ പ്രസിഡൻ്റാണ് ഞാൻ, സെക്രട്ടറി ഗോകുലാണ്, മറ്റ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സാണ് ഇവിടെ ഉള്ളത്. ഈ അമ്പലത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാ ഭക്തജനങ്ങളെയും നാട്ടുകാരെയും നമ്മൾ ആദരപൂർവ്വം ഭക്തിപൂർവ്വം അവരെ പ്രണമിക്കുന്നു. 1999 അന്നത്തെ ഊരാളനായ ശ്രീ അയ്യപ്പ മൂത്താൻ അമ്പലം പൊതുജനങ്ങൾക്ക് വിട്ടുതരുന്നത്. അതിനുശേഷം അമ്പല കമ്മിറ്റി ഒന്ന് രൂപീകരിച്ചു, ശക്തമായൊരു കമ്മിറ്റി രൂപീകരിച്ചു. അതിൻ്റെ ഓരോരോ പടിയായിട്ട് പഴയ അമ്പലമായിരുന്നു, അത് മാറ്റി പുതുക്കി പണിത് പുതിയ അമ്പലമാക്കി 8 ബിൽഡിങ്ങുകൾ ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണി കഴിച്ചു. ഇവിടെ ഒരു 25 സെൻറ്റ് സ്ഥലം അമ്പലത്തിൻ്റെ പരിസരത്തോ റോഡ് സൈഡോട് ചേർന്ന് അമ്പല കമ്മിറ്റി വാങ്ങി. തിരുമേനിക്ക് വീട്, ഇപ്പുറത്തൊരു മിനി ഹാള്, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഈ കാലയളവിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർത്താണ്. ഇനി ഭാവി പരിപാടികൾ അമ്പലത്തിലെ ഷീറ്റ് മാറ്റി ബിൽഡിംഗ് ആകാനൊരു താല്പര്യമുണ്ട്. അതേമാതിരി കുളത്തിൻ്റെ ഒരു പടവ് മാത്രം ഉള്ളത്, ആ പടവ് ഒന്നും കൂടി കെട്ടാനുള്ളൊരു പ്രവർത്തനവും കൂടി ഏകദേശം ഉണ്ട്. ശ്രീകൃഷ്ണക്ഷേത്രം പുതുക്കി പണിതിട്ടും അതേമാതിരി വർഷങ്ങളായി. അത് ഫെബ്രുവരിയിൽ ഷീറ്റ് ഇടാനുള്ളൊരു ഏർപ്പാട് ഉണ്ട്. അതേമാതിരി ടൈലിട്ട് കഴിഞ്ഞു. മണ്ഡലകാലം ആരംഭിച്ച ആദ്യ ദിവസം മുതൽ കെട്ടുനിറയായിട്ടും മാലയിടലായിട്ടും ആ മണ്ഡലകാല അവസാനം വരെ അമ്പലത്തിൽ മുഴുവൻ അയ്യപ്പന്മാരും എല്ലാത്തിനും പങ്കെടുക്കുന്ന ഒരു അമ്പലം കൂടിയാണിത്. ഈ ഉത്സവം പൊതുവെ ജനപങ്കാളിത്തത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന പിരായിരിയിലെ ഏറ്റവും വലിയ ഉത്സവമാണ് പിരായിരി പുല്ലുകോട്ട് അയ്യപ്പസ്വാമി ക്ഷേത്ര ഉത്സവം. ജനങ്ങളുടെ സഹകരണം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പാരായണത്തിനായിട്ട് സാധാരണ വെളിയിൽ നിന്നുള്ള സത്സംഗങ്ങളാണ് വന്ന് പങ്കെടുത്തുകൊണ്ടിരുന്നത്. ഒരു 5 വർഷമായിട്ട് നമ്മുടെ ഈ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള സ്ത്രീകളെയും എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മളൊരു അയ്യപ്പസ്വാമി ക്ഷേത്രം സത്സംഗം എന്ന പേരിൽ ഒരു സത്സംഗം ആരംഭിക്കുകയും അതിനുശേഷം ക്ഷേത്രത്തിലെ എല്ലാ ഉത്സവങ്ങൾക്കും എല്ലാ സമയത്തും പാരായണം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ കുട്ടിക്കാലം മുതൽ ഉള്ള താമസിക്കുന്നത് ഈ ഒരു അയ്യപ്പൻകാവ്, ഒരു സൈഡിലും നടുവിലൊരു കുളവും അതിനപ്പുറത്തൊരു കൃഷ്ണനുമായിട്ട് ഉള്ള ഒരു അമ്പലത്തിന് നടുവിലാണ് നമ്മുടെ വീട്. കുട്ടിക്കാലം മുതൽ അതിൻ്റെ ഐശ്വര്യവും എല്ലാം നമുക്ക് ഇവിടെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും അതൊരു വലിയൊരു ഇതാണ്. മുമ്പ് കൃഷ്ണൻകോവിലിൽ ചെറിയൊരു ഭജന മണ്ഡപം പോലെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ അത് നല്ലൊരു കോൺക്രീറ്റ് ബിൽഡിങ് അങ്ങനെയായി. ഇനിയിപ്പോൾ അടുത്തത് ഓരോ ഡെവലപ്മെൻറ്റ്സ് അതിലും വരുന്നുണ്ട്. വളരെ സന്തോഷം. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ മറ്റുള്ളതെന്ന് പറഞ്ഞാൽ പലരും ഈ കമ്മിറ്റി മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പലരും പല ഭാഗത്തുള്ളവരാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇതിനടുത്ത് താമസിക്കുന്നവരായതുകൊണ്ട് ഞങ്ങൾക്ക് അതിലൊരു പ്രത്യേക അഭിമാനം ഉണ്ട് എന്നുള്ളതാണ്. ഈ കമ്മിറ്റിക്കാർക്ക് ഞങ്ങളത് പ്രത്യേകം അറിയിക്കുന്നു. വിശേഷ കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കർക്കിടക മാസത്തിൽ ബലിയിടാനെല്ലാം ആയിട്ട് നമ്മുടെ ജനങ്ങൾ തന്നെ പല സ്ഥലങ്ങളിലും പോകുമായിരുന്നു. ഈ കമ്മിറ്റിയുടെ ഒരു വലിയൊരു നന്ദി പറയാനുള്ള ആ ഒരു കാര്യത്തിലാണ് നമ്മുടെ അറ്റ്ലീസ്റ്റ് ഈ ഏരിയയിലുള്ള ജനങ്ങൾക്ക് അവരത് ഇവിടെ ഇതിൻ്റെ സൈഡിൽ തന്നെ നമ്മുടെ അമ്പലത്തിൻ്റെ മുന്നിൽ വെച്ച് തന്നെ നടത്താൻ, അതും രാവിലെ 4 മണിക്ക് തുടങ്ങിയാൽ എൻ്റെ അറിവ് പ്രകാരം 2-3 മണി വരെ അത്രയും പേര് വരിയിൽ നിന്ന് കാര്യമായിട്ട് ഇത് നടത്തി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് ചില്ലറ പണിയൊന്നുമല്ല. അതിന് എന്തൊക്കെ പറഞ്ഞാലും കമ്മിറ്റിയെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ അയ്യപ്പൻകാവിൻ്റെ പ്രത്യേകം തെളിയിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും കൂടെ വരാനും എല്ലാ ടീമുകളും ഇവിടെ ശക്തരാണ്. വനിതാ കമ്മിറ്റി ആണെങ്കിലും എല്ലാത്തിനും കൂടെ ഒപ്പമുണ്ട് അവർ. ഈ വർഷത്തെ ഞങ്ങളുടെ ഉത്സവ കമ്മിറ്റി എടുത്തത് സെപ്റ്റംബർ മാസം ആണ് എടുത്തത്.
ഈ കമ്മിറ്റിയിൽ ഒരുപാട് അംഗങ്ങളുള്ളതാണ്. ഞങ്ങളതിൽ എന്നെയാണ് സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തത്. പിന്നെ പരിപാടികളൊക്കെ ഞങ്ങൾ ഓരോന്നായിട്ട് നടത്തി വന്നു. പിന്നെ ഈ നോട്ടീസ് കാര്യങ്ങളൊക്കെ അടിച്ചു. നോട്ടീസിൻ്റെ കാര്യങ്ങളിൽ 2500 നോട്ടീസോളം ഒരു ഞായറാഴ്ച ഞങ്ങൾ 50ഓളം ആൾക്കാർ ചേർന്നിട്ടാണ് കൊടുത്തത്. അത് രാവിലെ ഒരു 7 മണിക്ക് തുടങ്ങി ഒരു 1:45-2 മണി വരെ ആകുമ്പോഴേക്കും 2400ഓളം നോട്ടീസ് ഞങ്ങൾ വീടുകളിൽ വിതരണം ചെയ്തു. 18/1 സ്റ്റാർട്ടാകുന്നത്. 18/1 സ്റ്റാർട്ടായി കഴിഞ്ഞാൽ 24/1 അവസാനിക്കും. 24/1 അവസാനിക്കും. തുടക്കം കുറിക്കുന്നത് നമ്മുടെ സ്വാമിജി സ്വരൂപാനന്ദ സരസ്വതിയാണ്. മറ്റേ ശിവാനന്ദാശ്രമം കല്ലേക്കുളങ്ങര സ്വാമിജി വന്ന് വൈകുന്നേരം 6 മണിക്ക് ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്യും. ശ്രീ പുല്ലോട്ട് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൻ്റെ 2026 ജനുവരി 18 ഉത്സവം ആരംഭിക്കണം. ഭദ്രദീപം കൊടുത്ത ശേഷം പ്രഭാഷണത്തോടുകൂടി തുടങ്ങി 19/1/2026 നെങ്ങാറൂത്ത്, 20 കഥകളി, 21 ഇളയ രാഗം, അതിഗംഭീരമായിട്ടുള്ള പിന്നണി ഗായകൻ ജാസിഹിറ്റിൻ്റെ ഗാനമേള, 23 നാടൻപാട്ട്, കൈതോല, 24 സമാപനമാണ്. 24-ാം തീയതി അവസാന ദിവസം അണിമംഗലം ശ്രീ വാസവൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് തന്ത്രപൂജ നടക്കുന്നത്. അതിനുശേഷം കാഴ്ച ശിവേലി ഉണ്ടായിരിക്കുന്നതാണ്. കാഴ്ച ശിവേലിക്ക് ഗജവീരൻ പാമ്പാടി രാജൻ്റെ നേതൃത്വത്തിലുള്ള 5 സൈഡാനുകളുമുള്ള ഒരു വമ്പിച്ച ഒരു പരിപാടിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പഞ്ചവാദ്യം പറഞ്ഞതുപോലെ ശ്രീ കോങ്ങാട് മധുവിൻ്റെ നേതൃത്വത്തിലാണ്. അതിനുശേഷം കാഴ്ച സ്വീകരിക്ക് ശേഷം ഇവിടെ ഗംഭീരമായ അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ്. ഈ പിരായിരിയിൽ തന്നെ ഏറ്റവും വലിയ അന്നദാനം പിരായിരി അയ്യപ്പൻകാവിലാണെന്നാണ് എല്ലാവരും പറയുന്നത്. വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വൈകിട്ട് തരവത്ത് മൂലസ്ഥാനത്ത് നിന്നും 5 ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി വമ്പിച്ച ഘോഷയാത്ര ആരംഭിക്കുന്നതാണ്. വിവിധ കലാപരിപാടികളും കലാരൂപങ്ങളും ഘോഷയാത്രത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒരു വണ്ടിവേഷം, ഗംഭീരമായ ഒരു വണ്ടിവേഷം, പിന്നെ കാവ്, ശിങ്കാരിമേളം, പൂതന്തിറ, ശിങ്കാരിക്കാവടി, പുതിയ പരീക്ഷണങ്ങൾ ഈ അയ്യപ്പൻകാവിൽ എപ്പോഴും പരീക്ഷിച്ചിട്ടുണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഘോഷയാത്ര അവിടെ നിന്ന് തുടങ്ങിയിട്ട് കണ്ണോട്ടുകാവിൽ കയറി രാത്രി 10 മണിയോടുകൂടി അയ്യപ്പൻകാവിൽ സമാപിക്കുന്നതാണ്. ഇനിയും ഞങ്ങൾ ഗംഭീരമായ ഉത്സവങ്ങളും ജനങ്ങളെ കൂടുതൽ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള വിവിധ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി വിവിധ പ്രഭാഷണങ്ങളും സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നടത്തി വന്നിരുന്ന അഖണ്ഡധാര പുനഃസ്ഥാപിക്കാനുള്ള ഒരു പരിപാടിയും കൂടെ ആലോചനയിലുണ്ട്. ജനങ്ങളെ ക്ഷേത്രത്തോട് അടുപ്പിക്കാനുള്ള എല്ലാ പരിപാടികളും ഇനി മുതൽ ആസൂത്രണം ചെയ്യുമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ഭക്തജനങ്ങളെ നിർലഭമായ സഹകരണങ്ങൾ ഞങ്ങൾക്കുണ്ടാകണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇതിനോടൊപ്പം ഈ അമ്പലത്തിൻ്റെ വികസനം മുഴുവൻ ഇവിടുത്തെ ഭക്തജനങ്ങളുടെയും അതിലുപരി നല്ല കമ്മിറ്റി ഭാരവാഹികളുടെയും മിടുക്കുകൊണ്ടും അതേമാതിരി സഹായ സഹകരണങ്ങൾ കൊണ്ടുമാണ് ഈ ക്ഷേത്രം ഇത്രയും നല്ല നിലയിൽ എത്തിയത്. ഇനിയും ഈ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.